ഹലോ പത്രമാറ്റിനത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനിയുടെ കല്യാണം നിശ്ചയിഞ്ഞെത്തി. അപ്പോഴാണ് അത് മുടക്കാനായിട്ട് ഇതുപോലെ വേണുവും അനാമികയും ചെന്ന് പരാതി കൊടുക്കുന്നു, സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. നന്ദു അങ്ങനെ അവരെയും കൂട്ടി വരുന്ന സമയത്ത് അതുപോലെ തന്നെ അതിന് മുന്നേ തന്നെ വേണുവും അനാമികയും ഇവിടേക്ക് എത്തുന്നുണ്ട്. പരാതി കൊടുത്ത ശേഷം വിവാഹം നിശ്ചയ സമയത്ത് നടക്കില്ല എന്ന് വേണു പറയുന്നു. വേണുവിനെ മുത്തശ്ശനൊരടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നടത്താൻ പറ്റില്ല, കാരണം ഒരു വിവാഹബന്ധം നിലനിൽക്കാൻ മറ്റൊരു വിവാഹം നിശ്ചയം നടത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവിടെ ആകെ പ്രശ്നമായി. അപ്പോഴേക്കും നന്ദു അവിടെ വരുന്നു. നന്ദു പറയുന്നുണ്ട്, എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഇനിയൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അതിനൊരു തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഈ ഒരു സമയത്ത് ജാനകി പറയുന്നത് കണ്ടോ, തക്ക സമയത്ത് അവൾ എത്തിയല്ലോ, അവൾ ഈ ഒരു അനിയുടെ യാതൊരു വിഷയത്തിലും യാതൊരു പങ്കും ഇല്ല, അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവൾ സമയമായപ്പോൾ എത്തിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജലജയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അവളിത് മുടക്കാൻ തന്നെ വന്നാണ് മനഃപൂർവ്വം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ജാനകി അതേപോലെ സംസാരിക്കുന്നു. അപ്പോൾ ഗോവിന്ദനും കനകയും ആകെ വിഷമിക്കുകയാണ്. കാരണം നന്ദുവിനെ ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ അപ്പം നന്ദു പറയുന്നുണ്ട്, അത് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്, എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണ് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കണം. അത് അമ്മ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, എനിക്കിങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അത് നിയമം വിട്ട് ചെയ്യാൻ കഴിയില്ല, അതെൻ്റെ ജോലിയെ ബാധിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആകെ സംസാരമാകുന്ന സമയത്ത് മുത്തശ്ശിയും പറയുന്നുണ്ട്, വേണ്ട നന്ദുമോളെ ഒന്നും പറയണ്ട, കാരണം അത് പറഞ്ഞ് മനസ്സിലാവുമല്ലോ ഇല്ല. അപ്പം മുത്തശ്ശൻ പറയുന്നത്, എന്തായാലും ഈ ഒരു നിശ്ചയം മാറ്റി വന്നു, കാരണം ഇതുകൊണ്ട് മാത്രമല്ല, നേരത്തെ തന്നെ ഇതുപോലെ ആ ഒരു ജോലിസ്ഥര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പൊരു വിളക്ക് കത്തിച്ചിട്ട് അത് അണഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊരു അപശകനമാണ്, അതിന് മുന്നേ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും നിശ്ചയം മാറ്റി വെക്കാം എന്നും തീരുമാനിക്കുകയും പറയുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ അടുത്ത ടെസ്റ്റ്, അനി ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. മറ്റൊന്നുമല്ല, അനി കണ്ട സ്വപ്നമായിരുന്നു ഇത്. അപ്പോഴേക്കും ദേവയാനിയൊക്കെ ഒരുങ്ങി റെഡിയായിട്ടാണ് അനിയുടെ റൂമിലേക്ക് വന്നത്. അപ്പോൾ അനി ചോദിക്കുന്നു, നിശ്ചയം മുടങ്ങിയില്ലേ? നിശ്ചയം മുടങ്ങി. അപ്പോൾ ഇതൊരു സ്വപ്നമായിരുന്നു, യഥാർത്ഥത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു ടെസ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നു, ഇല്ല നിശ്ചയമൊന്നും മുടങ്ങിയിട്ടില്ല, ഞങ്ങളെല്ലാം റെഡി ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ടേ, സ്വപ്നമായിരുന്നോ? അനി മനസ്സിലെല്ലാം കണക്കൂട്ടിയതായിരുന്നു. അപ്പോഴേക്കും അനി പറയുന്നു, നിങ്ങളെല്ലാം കാണണം, എനിക്കൊന്ന് തുറന്ന് സംസാരിക്കണം, എനിക്ക് പല തീരുമാനങ്ങളും അറിയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അനി നല്ല ഒരു ബോൾഡായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇതുവരെ ഈ ഒരു സീരിയൽ തുടക്കം തൊട്ടേ കാണാത്ത ഉറച്ച ഒരു തീരുമാനവും മനസ്സും ഒക്കെ അനിയിൽ കാണുന്നുണ്ട്. അനി പെട്ടെന്ന് തന്നെ ആദർശിനെയും നയനെയും കാണാനായിട്ട് റൂമിലേക്ക് വന്നിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കണം. ഞാൻ ആദ്യത്തെ വിവാഹത്തിന് തന്നെ അന്ന് പറഞ്ഞു, ഞാൻ ആദർശേട്ടനോട് പറയാൻ വൈകിപ്പോയി, കുറച്ച് താമസാനമായിട്ടുള്ള വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ മാറ്റി വെക്കാം ആയിരുന്നു പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പോഴും എനിക്ക് അതേ അഭിപ്രായം തന്നെ. അവന്തികയെ എനിക്ക് ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് കണക്കാൻ കഴിയില്ല, എൻ്റെ പെങ്ങളായിട്ട് മാത്രമേ എനിക്ക് സങ്കല്പിക്കാൻ കഴിയൂ. അപ്പോൾ മുത്തശ്ശനോടും എല്ലാവരോടും വിവരം അറിയിക്കുകയാണ്, എനിക്ക് ഈ ഒരു കാര്യം തുറന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഞാൻ സംസാരിക്കണം. മുത്തശ്ശനും എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ മുമ്പിച്ച് പറയുന്നു, എനിക്ക് അവന്തികയെ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് കണക്കാക്കാൻ കഴിയില്ല, എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്, അത് മറ്റാരുമല്ല, നന്ദുവാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും. ഈ ഒരു സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ അനാമികയും വേണു അവിടെ ചെല്ലുന്നുണ്ട്. അവരൊരു പരാതി കൊടുക്കാനായിട്ട് ചെന്നതെന്ന് നന്ദുവിനെ അറിയിക്കുന്നു. നന്ദു വന്നേ ആകെ ടെൻഷൻ ഇരിക്കുന്ന സമയമാണ്. എന്നിട്ട് അനാമിക പറയുന്നു, എനിക്ക് അവിടെ നിന്ന് നഷ്ടപരിഹാര തുക വാങ്ങിക്കൊടുക്കണമെന്ന്. പെട്ടെന്ന് നന്ദുവിന് ദേഷ്യം വന്നിട്ട് അനാമികയ്ക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ദേഷ്യം ഞങ്ങളോട് തീർക്കേണ്ട കാര്യമില്ല, അവിടെ ഇങ്ങനെ വിവാഹ നിശ്ചയം മുടക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, അത് ഞാൻ പുറകെ വന്നോളാം, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണ്ടിയിടയ്ക്ക് വേണു പറയുന്നു, മേഡത്തെ വിവാഹം കഴിക്കാൻ മറ്റു ചിലർ താല്പര്യം കാണിച്ച് നടപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ആദ്യം നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ നോക്കും, പിന്നീട് എൻ്റെ വിവാഹാലോചനയ്ക്ക് നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അത് ഉദ്ദേശിച്ച് പറഞ്ഞയക്കുന്നു. ഇടയ്ക്ക് അവിടെ നിൽക്കുന്ന ആ ഒരു കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിശ്ചയം മുടങ്ങും ഇല്ലേ മാഡം? മിക്കവാറും അങ്ങനെ തന്നെ നടക്കും എന്നൊക്കെ നന്ദു പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നന്ദു അവിടേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ വേണുവും അനാമിക അവിടെ നിന്ന് പോരുന്നുണ്ട്. പക്ഷേ അവിടെ കാര്യങ്ങളൊക്കെ ഒരുവിധം തീരുമാനമായി. അനി തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. നന്ദു അല്ലാതെ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പറ്റില്ല, അതെൻ്റെ ജീവിതത്തിലൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് നന്ദുവായിട്ട് മാത്രമായിരിക്കും, ഇനിയെങ്കിലും എനിക്ക് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് അനി തുറപ്പിച്ച് അഭിപ്രായം പറയുകയാണ്. ഇത് കേട്ടിട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന, എന്ത് ചെയ്യും എന്നൊരു തീരുമാനം ഇനിയിപ്പോൾ മുത്തശ്ശനാണ് എടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു മുത്തശ്ശനെയും അതുപോലെ തന്നെ ആകെ ധർമ്മസങ്കടത്തിലായ നയനെയും ആ ഒരു കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന സീരിയൽ നല്ല എപ്പിസോഡ് രംഗങ്ങളൊക്കെയാണ് വരാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും പത്രമായിട്ട് മിസ് ചെയ്തേ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.